നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ശ്രീധനം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അനു എന്നും ചിരിക്കുന്ന മുഖമുള്ള വലിയ സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം പഠിച്ച് ഒരു ഓൺലൈൻ ചാനലിൽ ജോലിക്ക് കയറിയതേ ഉള്ളൂ. വിവാഹം നിശ്ചയിച്ചപ്പോൾ അവളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും നിറം വെച്ചു. അഖിൽ അവളുടെ സ്വപ്നത്തിലെ രാജകുമാരനായി വരാൻ തുടങ്ങി. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട കുടുംബമായിരുന്നു അഖിലിൻ്റേത്. പരസ്പരം അവർ തുറന്ന് സംസാരിച്ചു. നല്ല ഒരു ഭാവിയെക്കുറിച്ച് വാചാലരായി. നിശ്ചയത്തിന് മുമ്പ് വീട്ടുകാർ സ്ത്രീധനം സംബന്ധിച്ച കാര്യങ്ങൾ ഒക്കെ സംസാരിച്ച് ഉറപ്പിച്ചിരുന്നു. അനുവിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചൊരു തുക നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു. വിവാഹ നിശ്ചയമെല്ലാം വളരെ ഭംഗിയായി നടന്നു. ഇനി വിവാഹത്തിന് വെറും 3 ആഴ്ചകൾ മാത്രം. ക്ഷണക്കത്തുകൾ എല്ലാം വിതരണം ചെയ്തു. മധുരപലഹാരങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോഴാണ് ആ ബോംബ് പൊട്ടിയത്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അഖിലിൻ്റെ അച്ഛൻ അനുവിൻ്റെ അച്ഛനെ വിളിച്ചു. അയാളുടെ ശബ്ദത്തിൽ പഴയ സ്നേഹമില്ല. തീർത്തും ഒരു കച്ചവടക്കാരൻ്റെ ഭാവം തോന്നിച്ചു. ഗോപി, ഞങ്ങൾ ഇതിനിടയിൽ ഒരു ഭൂമി കച്ചവടത്തിന് അഡ്വാൻസ് കൊടുത്തിരുന്നു. ഇപ്പോൾ പ്രതീക്ഷിച്ച തുക അങ്ങോട്ട് തികയുന്നില്ല. കുറച്ച് കമ്മിയാണ്. നിങ്ങളൊരു 10 ലക്ഷം രൂപ കൂടി അധികം തരണം. ഇതെല്ലാം അവർക്ക് വേണ്ടി തന്നെയാണ്. ആ കാശ് 2 ദിവസത്തിനകം കൊടുക്കാതെയും പറ്റില്ല. അതുകൊണ്ട് ആ കാശ് നാളെ കഴിഞ്ഞെങ്കിലും ഇവിടെ എത്തിക്കണം. അനുവിൻ്റെ അച്ഛൻ ഇത് കേട്ട് തളർന്നുപോയി. ഓക്കെ അല്ലേ? ഫോണിൻ്റെ അങ്ങേത്തലയ്ക്കിൽ നിന്നുള്ള ശക്തമായ ചോദ്യം. ഗോപിനാഥ് എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു. കാശ് കിട്ടിയില്ലെങ്കിൽ സംഗതി മുമ്പോട്ട് പോവുകയില്ല. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ കല്യാണം തീരുമാനിച്ചതുപോലും. കർക്കശമായ വാക്കുകൾ ഇടിവെട്ടുപോലെ കാതിൽ അലയടിച്ചു. എന്ത്? കല്യാണം നമ്മൾ നിശ്ചയിച്ചതല്ലേ? ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ തരുന്ന തുക പോരാ, അത്ര തന്നെ. ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്ക് അതിലും വിലയുണ്ട്. അനുവിൻ്റെ അച്ഛൻ ദേഷ്യത്തോട് പ്രതികരിച്ചു. ഇത് മോശമാണ്. നിശ്ചയിച്ച വിവാഹമാണ്. സ്ത്രീധനം ആവശ്യപ്പെടുന്നത് തന്നെ നിയമപരമായി തെറ്റാണെന്ന്. നിയമം ഞങ്ങൾക്കും അറിയാം. തരാൻ പറ്റില്ലെങ്കിൽ അത് പറയണം. പറ്റില്ലെങ്കിൽ ഞങ്ങൾ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഞങ്ങൾക്കും ആലോചിക്കണം. അഖിലിൻ്റെ അച്ഛൻ ഒരു മയവുമില്ലാതെയാണ് ഇത്രയും പറഞ്ഞൊപ്പിച്ചത്. ഉടൻ തന്നെ അയാൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ വിവരം വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയാതെ ഗോപി വിഷമിച്ചു. എന്തോ പന്തികേട് മണത്ത മാലതി വിവരങ്ങൾ ഭർത്താവിനോട് ചോദിച്ചറിഞ്ഞു. അവർ ആകെ വിഷമിച്ചു. എങ്ങനെ ഈ വിവരം തങ്ങൾ അനുവിനോട് പറയും? ആ രാത്രി വീട് മുഴുവൻ നിശബ്ദമായിരുന്നു. കല്യാണത്തിനുള്ള ക്ഷണക്കത്തുകൾ, ബാക്കി കൊടുക്കാനുള്ളത്, അഡ്രസ്സ് എഴുതാനുള്ളതും ഒക്കെയായി മേശപ്പുറത്ത് കിടക്കുന്നു. ആളുകളെ എന്തു പറഞ്ഞു ബോധ്യപ്പെടുത്തും? നാട്ടുകാർ എന്തു പറയും? അടുത്ത മുറിയിൽ അനു ആരോടോ ഫോണിൽ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ വാതോരാതെ പറയുകയായിരുന്നു. അവർ രാത്രി എങ്ങനെ തള്ളി നീക്കി എന്നറിയില്ല. സത്യത്തിൽ രാവിലെ എങ്ങനെ മോളോട് ഇക്കാര്യം പറയുമെന്ന് ഓർത്തായിരുന്നു ആ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം. രാവിലെ അനു മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അമ്മ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്നു. എന്തു പറ്റിയമ്മ? പതിവില്ലാതെ ഈ നേരത്ത് കിടക്കുന്നതെന്താ? അനു അമ്മയുടെ കൂടെ കട്ടിൽ കിടന്നുകൊണ്ട് ചോദിച്ചു. അമ്മയുടെ തേങ്ങലായിരുന്നു മറുപടി. അനു പേടിച്ചുപോയി. കാര്യം പറ അമ്മ, എന്തു പറ്റി? അവൾ ആദ്യ പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. ഒടുവിൽ വല്ല വിധേനയും അമ്മ വിവരം പറഞ്ഞൊപ്പിച്ചു. അവൾ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ അവൾ ഉറച്ച കാൽവെപ്പോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് അവൾ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അമ്മയും അച്ഛനും എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഇങ്ങനെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നമുക്കെന്തിനാണൊരു ബന്ധം? അവർ എത്ര വലിയവരായാലും നമുക്കിനി ഈ വിവാഹം വേണ്ട. വിവാഹം എന്നത് ഒരു കച്ചവടമാണോ? താനൊരു വിലപേശൽ വസ്തു മാത്രമായിരുന്നോ? അത് ഓർത്തപ്പോൾ തകർന്നു പോയത് അനുവിൻ്റെ ഹൃദയമായിരുന്നു. അവൾ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റു. പണത്തിനു വേണ്ടി എന്നെ വേണ്ടെന്ന് വെച്ചവർക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു സ്ഥാനവുമില്ല. ഈ പിന്മാറ്റം എനിക്കൊരു രക്ഷപ്പെടലാണ്, അവൾ സ്വയം പറഞ്ഞു. അവളുടെ ആത്മാഭിമാനം ഉണർന്നു.
വീട്ടുകാർ എത്ര തടഞ്ഞിട്ടും അവൾ നിയമപരമായ സഹായത്തിനായി ഒരുങ്ങി. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു വിവാഹം തകർക്കുന്നത് നിയമപരമായി നേരിടാൻ സാധിക്കും എന്ന് അവൾക്കൊരു നിയമത്തിൻ്റെ ഉപദേശവും കിട്ടി. വിവാഹം നിശ്ചയിച്ചതിന് ചിലവായ കാശ് തിരികെ വാങ്ങാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും അവൾ തീരുമാനിച്ചുറച്ചു. അതിനുവേണ്ട എല്ലാ രേഖകളും അവൾ തയ്യാറാക്കി. കോടതിയിൽ നിന്ന് വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. എതിർകക്ഷി അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴേക്കും അവർ ചർച്ചകൾക്കായി മധ്യസ്ഥരെ അയച്ചു. വക്കീലുമായി സംസാരിച്ചു. ഒടുവിൽ അഖിൽ അനുവിനൊരു മെസ്സേജ് അയച്ചു. ഞാനൊന്ന് വിളിച്ചാൽ ഫോൺ എടുക്കുമോ അനു? ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വിവരം അറിഞ്ഞപ്പോൾ മുതൽ അനുവിനോട് സംസാരിക്കാൻ ആലോചിച്ചതാണ്. പക്ഷേ എന്തോ കഴിയുന്നില്ലായിരുന്നു. ഞാനൊന്ന് വിളിക്കട്ടെ? മെസ്സേജ് കണ്ടതും വിളിക്കണ്ട, ഗുഡ് ബൈ എന്ന് അനു തിരിച്ച് മെസ്സേജ് ചെയ്ത് നമ്പറും ബ്ലോക്ക് ചെയ്തു. എൻ്റെ വില ഒരു 10 ലക്ഷം രൂപയല്ല, എൻ്റെ ജീവിതം അതിലും വലുതാണ്, അനു ചിന്തിച്ചു. പഴയ സ്വപ്നങ്ങൾ തകർന്നെങ്കിലും അവൾ പുതിയ കരുത്തുള്ള സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങി. ആ അനുഭവത്തിൻ്റെ തീവ്രതയിൽ അവൾ കൂടുതൽ ശക്തിയായി. ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതത്തിൽ ബഹുമാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട്. സ്ത്രീധനം എന്ന സാമൂഹിക വിപത്തിനെ ധൈര്യത്തോടെ എതിർത്ത് തോൽപ്പിക്കാൻ അനുവിനെപ്പോലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്കും ചിന്തിക്കാനുള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി പുതിയൊരു കഥ എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.